ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഗൈസ്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഭയങ്കര ക്രൗഡാണ്, ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഗൈസ്. അപ്പോൾ നാളെയാണ് പോകുന്നത്. പാക്കിങ്ങിൻ്റെ തിരക്കിലാണ്. ഏതൊക്കെ ഡ്രസ്സ് എടുത്ത് വെക്കണമെന്ന് ഇപ്പോഴും സംശയമാണ്. പക്ഷെ എന്നാലും ഏതൊക്കെയോ എടുക്കുന്നുണ്ട്. യെസ്, ഒരുപാട് ഡ്രസ്സുകളുണ്ട്. ഇതൊക്കെ എവിടെ ഇടുന്നാണ് ആലോചിക്കുന്നത് ഗൈസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഒലോക്കോട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് നേരെ ഷൊർണൂരിലേക്കാണ്. ഷൊർണൂരിൽ നിന്നാണ് ഞങ്ങൾക്ക് ഡൽഹിയിലേക്ക് ട്രെയിന്. അപ്പോൾ ഏകദേശം എല്ലാം സെറ്റായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ഷൊർണൂരേക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ ഷൊർണൂരെത്തി. പാലക്കാട് നിന്ന് ട്രെയിനിൽ നേരെ ഷൊർണൂരെത്തി. ഫുഡൊക്കെ കഴിച്ച് ഇനി ഏകദേശം 2 മണിക്കൂറുണ്ട് നമ്മുടെ ട്രെയിനിന്. അപ്പോൾ ഞങ്ങളിനി AC വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യാമെന്നാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഏകദേശം 2 മണിക്കൂറിന് ട്രെയിൻ. അപ്പോൾ ഞങ്ങളൊരു AC വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു. 1-ാമത്തെ പ്ലാറ്റ്ഫോമിലും 4-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് AC വെയിറ്റിംഗ് ഹാൾ ഉള്ളത്. 1 മണിക്കൂറിന് 30 രൂപയാണ്. നല്ല കിടിലൻ സെറ്റപ്പാണ്. അപ്പോൾ ട്രെയിൻ വരാറായി. 3:20 പറഞ്ഞത്. അപ്പോൾ ഏകദേശം ആയി. ഈ ട്രെയിന് പോയിട്ടാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. മംഗള ലക്ഷദ്വീപാണ്. അസ്രത്ത് നിസാമുദ്ദീൻ വരെ എറണാകുളത്ത് നിന്ന് പോകുന്ന വണ്ടിയാണ്. അതിന് എന്തുകൊണ്ടാണ് മംഗള ലക്ഷദ്വീപ് എന്ന് പേരുന്നതെന്ന് വെച്ചാൽ, മുമ്പ് ലക്ഷദ്വീപ് പോകാൻ വേണ്ടിയിട്ട് എറണാകുളം വരെ ട്രെയിനിൽ വന്നിട്ട് അവിടുന്ന് ഷിപ്പിലേക്ക് പോവുകയാണ് ചെയ്തത്. കാരണം ഇന്ത്യയിൽ നിന്ന് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ലക്ഷദ്വീപിലേക്കുള്ളത്. അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് മംഗള ലക്ഷദ്വീപ് എന്ന് പേര് വന്നത്. അപ്പോൾ ഇനി നമ്മൾ ട്രെയിനിൻ്റെ അകത്തെ വിശേഷങ്ങൾ നോക്കാം. ഞങ്ങൾ വടകര കഴിഞ്ഞു, മാഹി എത്താറായിട്ടുണ്ട്. മാഹി സ്റ്റോപ്പില്ല, തലശ്ശേരിയാണ് അടുത്ത സ്റ്റോപ്പുള്ളത്. ഏകദേശം സമയം 6:20 ആയിട്ടുണ്ട്. ട്രെയിൻ കുറച്ച് നേരം ലേറ്റാണ്. അപ്പോൾ നല്ല സെറ്റപ്പാട്ടോ. നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല ക്ലീനാണ്. പിന്നെ വേസ്റ്റിൻ്റെ ഡിസ്പോസിബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇന്ത്യൻ റെയിൽവേയുടെ ടോയ്ലറ്റാണ്. ഇത് ഇന്ത്യൻ ടൈപ്പാണ്. അത്യാവശ്യം വൃത്തിയുണ്ട്, വെള്ളമുണ്ട്, ഹാൻഡ് വാഷൊക്കെ ഉള്ള ഒരു കിടിലൻ ടോയ്ലറ്റാണ്. അങ്ങനെ കാസർഗോഡ് കഴിഞ്ഞു. അടുത്ത സ്റ്റോപ്പ് മംഗലാപുരമാണ്. 3 AC, 3rd ACയുടെ തന്നെ എക്കണോമിക് ക്ലാസ് ആണ്. അപ്പോൾ നമുക്കൊരു ബ്ലാങ്കറ്റ് ഉണ്ടാവും, പില്ലോ ഉണ്ടാവും, അതിനൊരു വിരി ഉണ്ടാവും. അങ്ങനെ രാത്രി 9:20 മംഗലാപുരം ജംഗ്ഷനിലെത്തി. മംഗലാപുരം ജംഗ്ഷൻ വരെയാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ പരിധിയിലുള്ളത്. ഇനി ഇവിടെ നിന്നാണ് കൊങ്കൺ റെയിൽവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗായ്സ്, സമയം 4:30. ഗോവൻ തീരത്ത് കൂടെയാണ് നമ്മളെ യാത്ര. കൊങ്കൺ റെയിൽവേയുടെ മനോഹരമായ കാഴ്ചകളാണ്. ഗോവ എത്തി, മഡ്ഗോൺ കഴിഞ്ഞു. ഇനി തിവിയും ലക്ഷ്യം വെച്ചാണ് ട്രെയിൻ കുതിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഗോവയിലെ അവസാന സ്റ്റോപ്പായ തിവിമിലാണ് ഇപ്പോൾ ഉള്ളത്. ട്രെയിൻ ലേറ്റാണ്, 40 മിനിറ്റ് ട്രെയിൻ ലേറ്റാണ്. കൊങ്കൺ റെയിൽവേയുടെ ടണലിലൂടെയാണ് പോകുന്നത്. മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 92 ടണലുണ്ട് കൊങ്കൺ റെയിൽവേയിൽ. ഏകദേശം 750 കിലോമീറ്ററാണ്. കർണാടക, ഗോവ, മഹാരാഷ്ട്ര ഈ 3 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന കിടിലൻ പാതയാണ് കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. കാരണം മലയും കാടും എല്ലാം തുറന്നിട്ടാണ് കൊങ്കൺ റെയിൽവേ നിർമ്മിച്ചിട്ടുള്ളത്. സമയം രാവിലെ 5:15 ആയിട്ടുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്ര ജസ്റ്റ് ക്രോസ് ചെയ്തു. മഹാരാഷ്ട്രയിലെ മധുര എന്ന് പറഞ്ഞ ലോക്കൽ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, പക്ഷേ ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടൊക്കെയാണ്. കൊങ്കൺ റെയിൽവേ ആയതുകൊണ്ട് സിംഗിൾ ലൈനാണ്. അപ്പോൾ വേറൊരു ട്രെയിന് പോകണമെങ്കിൽ ഇവിടെ പിടിച്ചിടണം. ഗുഡ് മോർണിംഗ്. അപ്പോൾ മഹാരാഷ്ട്രയിലെ ആടവലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഭയങ്കര കോടയാണ് ഇവിടെ. തണുപ്പാണ്, ഭയങ്കര കോട, ഒരു രക്ഷയില്ലാത്ത കോടയാണ്. ഫുള്ള് കൊങ്കൺ റെയിൽവേ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കാട് റേഞ്ചിലുള്ള സ്ഥലത്ത് കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഭയങ്കര കോടയാണ്, വീടുകളൊക്കെ കുറവാണ് ഈ പ്രദേശങ്ങളിൽ. ഞങ്ങളെ യാത്രയുടെ 2-ാമത്തെ ദിവസമാണ്.
ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ആടവല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഭയങ്കര കോടയാണ്, ഒരു രക്ഷയില്ലാത്ത കോടയാണ്. ഏതോ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്നത്. കൊങ്കൺ റെയിൽവേ അവസാനിച്ചിട്ടില്ല. AC കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലുള്ളതിനേക്കാളും ഭയങ്കര തണുപ്പാണ് പുറത്ത്. രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇതിലും തണുപ്പ് കൊള്ളാനാണ് പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഈ തണുപ്പൊന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് മനസ്സിലുള്ളത്. കൊങ്കൺ റെയിൽവേയുടെ മനോഹരതയാണ് കാണുന്നത്. ആകെ മൊത്തം കാടാണ്. കാട്ടിലൂടെയാണ് യാത്ര. ഒരു രക്ഷയില്ല. വീട്ടിലും വൈബാണ്. മഹാരാഷ്ട്രയുടെ മണ്ണിലൂടെയാണ് യാത്ര. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വസിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഒരുപാട് പേര് സൺഡേ ആണ് ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലുള്ളത്. മഹാരാഷ്ട്രയുടെ ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര. ഏകദേശം കേരളം പോലെ തന്നെയാണ്. കന്നുകാലികൾ മേയുന്നത് കാണാം. കൊങ്കൺ റെയിൽവേയുടെ ഏകദേശം അവസാനം എത്തിയിരിക്കുകയാണ്. 765ഓളം കിലോമീറ്റർ നമ്മൾ പിന്നിട്ടു. കൊങ്കൺ റെയിൽവേ മാത്രം. മഹാരാഷ്ട്രയിലാണ് കൊങ്കൺ റെയിൽവേയുടെ അവസാനം വരുന്നത്. മഹാരാഷ്ട്രയിൽ തന്നെ എപ്പോഴും ഉള്ളത്. അപ്പോൾ ഇത് ഉച്ചക്കത്തെ മീൽസാണ്. ചോറും ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് പൊരിച്ചതും ഏതോ ഒരു കറിയൊക്കെയാണ് അതിലുള്ളത്. 180 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. മുംബൈയിലെ പൻവേൽ സ്റ്റോപ്പാണിത്. ഇവിടെ ഒരു 5 മിനിറ്റ് നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി. പൊതിച്ചോറാണ്. ഒരു പൊതിച്ചോറ് 100 രൂപയാണ് കേട്ടോ ഗൈസ്. 100 രൂപയുടെ ചോറാണ്. ഒരു പൊതിച്ചോറുണ്ടാവും. അതിന് മീൻകറി, സാമ്പാർ, മീനിൽ ഒരു കഷ്ണം മീനും ഉണ്ടാവും, ഉപ്പേരി ഉണ്ടാവും. നല്ല ഫുഡാണ്. പൻവേലിന് ഇറങ്ങി നമ്മൾ വാങ്ങണം. 100 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ പൻവേൽ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. പൻവേൽ എത്തുമ്പോൾ ട്രെയിനിൻ്റെ 5 മിനിറ്റ് നിർത്തിയിടും. ആ ഗ്യാപ്പിൽ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പൊതിച്ചോറ് വാങ്ങാം മാക്സിമം. ഗൈസ്, മുംബൈയുടെ സ്ലമ്മിലൂടെ നമ്മൾ പോകുന്നത്. പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവരും അടങ്ങുന്ന മുംബൈ. നമ്മുടെ സ്വന്തം ഫിനാൻസ് ക്യാപിറ്റലായ മുംബൈയുടെ സ്ലമ്മിലൂടെയാണ് നമ്മൾ പോകുന്നത്. മുംബൈയിലെ സബർബൻ ട്രെയിനാണിത്. ലോക്കൽ ട്രെയിനാണ്. മുംബൈ മൊത്തം നമുക്കിതിൽ ചുറ്റി കാണാം. ഇത് ഭയങ്കര ക്രൗഡാണ്. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആണ്. ആളുകൾ നിന്നിട്ടൊക്കെയാണ് പോകുന്നത്. ഭയങ്കര തിരക്കാണ് ഗൈസ്. പൻവേൽ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷനാണ് കല്യാൺ ജംഗ്ഷൻ. മുംബൈയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ സ്റ്റേഷനിലൊന്നാണ് കല്യാൺ ജംഗ്ഷൻ എന്ന് വരുന്നത്. മുംബൈയിൽ മാത്രം കാണാവുന്ന സബർബൻ ട്രെയിനാണത്. മുംബൈയിലെ ലോക്കൽ ട്രെയിനാണ്. മുംബൈയിലെ വിവിധ സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള മോഡ് ഓഫ് ട്രെയിനാണ് സബർബൻ ട്രെയിൻ. ഗൈസ്, സമയം 6 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം നാസിക്ക് കഴിഞ്ഞ് മമ്മദ് ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആഗ്രയിലേക്കാണ് നമ്മളിപ്പോൾ ആദ്യം പോകുന്നത്. നാളെ രാവിലെ 10 മണിക്ക് എത്തുന്നതാണ് വിശ്വസിക്കുന്നത്. ട്രെയിൻ ലേറ്റാണ്. ഒരു 1 അവർ ട്രെയിൻ ലേറ്റാണ്. ഗൈസ്, സന്ധ്യ ആവാറായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇന്ത്യ എത്ര വലിയ രാജ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് ഡൽഹി വരെയോ അല്ലെങ്കിൽ ആസാം വരെയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാലാണ് നമ്മൾ രാജ്യത്തിൻ്റെ വിസ്തൃതി എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാരാഷ്ട്രയിലെ നാസിക്കിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ ട്രെയിനാണെങ്കിൽ അത്യാവശ്യം സ്പീഡുണ്ട്. നമ്മുടെ കേരളം പോലെ തന്നെയാണ്. കുറേ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കർഷകരുടെ വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. കുറേ പച്ചപ്പൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് നെൽകൃഷി തന്നെയാണ് ഇവിടെ മെയിൻ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. നെല്ല് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. ഒരുപാട് പനകളും വേറെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറേ വരണ്ട
നെൽപ്പാടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നാസിക്കിലൂടെ നമ്മൾ ഇനി അടുത്തത് മധ്യപ്രദേശ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ട്രെയിൻ നീങ്ങുന്നത്. ഒരു 2-3 മണിയാകുമ്പോൾ ഭോപ്പാൽ എത്തുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. രാവിലെ അവിടെ ആഗ്ര എത്തുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഭയങ്കര കിടിലൻ രസമാണ്. നമ്മൾ ഇന്ത്യ എന്ന മഹാരാജ്യം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ട്രെയിനിൽ തന്നെ നമ്മൾ സഞ്ചരിക്കണം. സമയം 7 മണിയായിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു അണ്ട ബിരിയാണി ഓർഡർ ചെയ്തു. മുട്ട ബിരിയാണി കേട്ടോ. റൈസ് ഉണ്ട്, ഒരു അച്ചാറൊക്കെ വെച്ചിട്ടുണ്ട്, ഗ്രേവിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് കഴിച്ചിട്ട് പറയാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ 2ാമത്തെ ദിവസമാണ്. ഝാൻസിയിലാണുള്ളത്. ഭയങ്കര കോടയാണ്. ഉത്തർപ്രദേശിലാണ് ഝാൻസി. ഇനി ഇവിടുന്ന് ഗോളിയോർ വഴിയാണ് ആഗ്രയിലേക്ക് പോകുന്നത്. ട്രെയിൻ 1 മണിക്കൂർ ലേറ്റാണ്. കോടമഞ്ഞിൻ്റെ വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. നമുക്കിത് ക്യാമറയിലൂടെ മാത്രമേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും വിൻ്ററിൽ ഈ വഴി വരണം. ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഝാൻസി എത്തുകയാണ്. ഭയങ്കര കോടമഞ്ഞാണ്. നല്ല രസമാണ് കോടമഞ്ഞിലൂടെ റെയിൽവേ സ്റ്റേഷൻ കാണാൻ. ഇനി 2 സ്റ്റോപ്പും കൂടി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രയിലേക്ക് എത്തും. ഇതാണ് ഝാൻസി റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഉത്തർപ്രദേശിലേക്ക് വരുന്നത്. ഞാൻ മുംബൈ വരെ മാത്രമേ വന്നിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ആദ്യമായിട്ടാണ്. വിൻ്ററിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഉത്തർപ്രദേശും ഡൽഹിയും ഷിംലയും ഒക്കെ. നമുക്ക് എല്ലാവർക്കും അറിയാം റാണി ലക്ഷ്മിബായിയുടെ പേരിലുള്ള ഝാൻസി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുള്ളത്. ഇതൊക്കെ കോടയാണ് കേട്ടോ. ഭയങ്കര രസമാണ്. ഒരുപാട് ആൾക്കാർ, ഡൽഹിയിലേക്ക് പോകുന്ന ആൾക്കാർ ട്രെയിൻ കാത്ത് നിൽക്കുന്നുണ്ട്. ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണിത്. കോടമഞ്ഞ് നിറഞ്ഞ ഝാൻസി, സുന്ദരമായ ഝാൻസി. ഒരുപാട് യാത്രക്കാർ ട്രെയിൻ കാത്ത് നിൽക്കുന്നുണ്ട്. ഭയങ്കര തണുപ്പാണ് ഗൈസ്. സമയം രാവിലെ 8:10 ആയിട്ടുള്ളൂ. ഝാൻസിയിലെ കോടമഞ്ഞിൽ ചൂട് ചായയും ബിസ്ക്കറ്റും. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ശരിക്കും AC കമ്പാർട്ട്മെൻറ്റാണ്. AC ഉള്ളതിനേക്കാളും തണുപ്പ് കൂടുതൽ പുറത്താണ്. 15 ഡിഗ്രി സെൽഷ്യസ് ആണ് ഝാൻസിയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ഇനിയും പോകുന്നത് തണുപ്പിലേക്ക് തന്നെയാണ്. കാരണം ഇനി നമ്മൾ ആഗ്രയിലേക്ക് എത്തുമ്പോൾ ഇതിൽ കൂടുതൽ തണുപ്പായിരിക്കും. പിന്നെ ഡൽഹിയിലേക്ക് എത്തുമ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കും തണുപ്പ്. പിന്നെ അവിടുന്ന് മണാലിയിലേക്ക് എത്തുമ്പോൾ ഒരു പറയേണ്ട ആവശ്യമില്ല, -7 അവിടെ. പക്ഷേ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും സൂര്യനെ കാണുന്നില്ല. ഭയങ്കര കോടയാണ്. ഒരു രക്ഷയില്ലാത്ത കോടയാണ്. നമുക്ക് കുറേ പാടങ്ങളൊക്കെ കാണാൻ പറ്റും. പാറക്കല്ലും മരങ്ങളും ഇടയിലുള്ള വീടുകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഭയങ്കര തണുപ്പാണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണം. നമുക്ക് ക്യാമറയിലൂടെ കാണിച്ചു തരാൻ പറ്റും. പക്ഷേ അത് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തും നമുക്കറിയില്ല. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. നമുക്ക് വീടൊക്കെ കാണാൻ പറ്റും. പക്ഷേ കോട കാരണം എല്ലാം മറിഞ്ഞു നിൽക്കുകയാണ്. മതി. ഇപ്പോൾ നമ്മൾ വീണ്ടും ഉള്ളത് മധ്യപ്രദേശിൽ തന്നെയാണ്. നമ്മൾ ഝാൻസിയിൽ നിന്ന് വീണ്ടും മധ്യപ്രദേശ് വഴി തന്നെയാണ് ആഗ്രയിലേക്ക് പോകുന്നത്. ഇത് ഏകദേശം നമ്മൾ ഗോളിയോർ എത്താറായിട്ടുണ്ട്. നമ്മളെ ഒരുപാട് അറിയുന്ന ഇന്ത്യ മാത്രമല്ല, നമ്മൾ ആരും കാണാത്ത ഇന്ത്യയുണ്ട്. കാരണം മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മധ്യത്തിലായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. നമുക്ക് ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മളെ നാട്ടിലെ പാവപ്പെട്ടവരാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ലൊരു വീടെങ്കിലും ഉണ്ടാകും. ചെറിയ സ്ഥലത്താണെങ്കിൽ നല്ലൊരു വീടെങ്കിലും ഉണ്ടാകും. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ കുടിലുകൾ എന്നും പോലും പറയാൻ പറ്റാത്ത ഒരുപാട് ചെറിയ 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 വീടുകളാണ് കൂടുതലുള്ളത്. എനിക്കൊന്ന് കൂടുതൽ പേരും കർഷകരാണ്. നെൽപ്പാടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ വീടുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം നമ്മളാരും കാണാത്തൊരു ഇന്ത്യയാണ്. കാരണം നമ്മൾ പുസ്തകങ്ങളിലൂടെ മാത്രമേ ഇന്ത്യയെ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഇന്ത്യയെ കണ്ടിട്ടുള്ളൂ. പക്ഷേ നമുക്ക് തന്നെ ഭയങ്കര സങ്കടം തോന്നും. നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളെ വെച്ച് പുരോഗതിയിലേക്ക് എത്താത്ത സാഹചര്യം വരുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. നമുക്ക് നല്ല വീടുണ്ട്, നല്ല വണ്ടിയുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, ആധുനിക സൗകര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ കോട്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
മധ്യപ്രദേശിലാണ് കോട്ര എന്ന് പറഞ്ഞ സ്ഥലം. ചെറിയ സ്റ്റേഷനാണ്, ഇവിടെ സ്റ്റോപ്പില്ല. അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഗോളിയോറാണ്. നമുക്ക് സ്റ്റേഷനിൽ വരെ 2 സ്ത്രീകൾ ഭക്ഷണം പാചകം ചെയ്യുന്ന കാഴ്ചയൊക്കെയാണ്. ഇത്രയും സങ്കടകരമായ കാഴ്ചകളാണ് നമ്മൾ മധ്യപ്രദേശിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഇങ്ങനെ തന്നെയാണ്. പുറം ലോകം അറിയില്ല. രാഷ്ട്രീയക്കാരൊക്കെ വോട്ടിന് വേണ്ടി അവരെ വന്ന് കാണും, വോട്ട് ചോദിക്കും, പിന്നെ 5 വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുകയുള്ളൂ. നമ്മൾ പറയുമ്പോൾ ഇന്ത്യക്ക് ISRO ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ആണവ നിലയങ്ങളുണ്ട്, നല്ല അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയങ്ങളുണ്ട്, പ്രതിമകളുണ്ട്. പക്ഷേ നമുക്ക് ഒരു മനുഷ്യന് ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത് ഇതൊന്നുമല്ല. നമുക്ക് നല്ല ഭക്ഷണം, പാർപ്പിടം, അതുപോലെ തന്നെ നല്ല യാത്രാ സൗകര്യങ്ങൾ, നല്ല വരുമാനമുള്ള ജോലിയൊക്കെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതീവമായ വേണ്ട കാര്യങ്ങൾ. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല. കാരണം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. പല ജാതി മതത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തിരുന്നാൽ പോലും ബേസിക്കലി നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. അപ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ വേറാരും ഇത് പരിഹരിക്കാനുണ്ടാവില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര സങ്കടകരമായ കാഴ്ചകളാണ്. പല ആളുകൾ പോലും നമ്മൾ മലയാളികൾ പലപ്പോഴും നോർത്ത് ഇന്ത്യക്കാരെ പരിഹാസത്തോടെയും പുറ്റത്തോടെയൊക്കെ കളിയാക്കാറുണ്ട്. നല്ലൊരു കക്കൂസ് പോലും ഇല്ല അവർക്ക്. കാരണം കക്കൂസ് എന്ന് പറയുമ്പോൾ അവർക്കൊരു അത്രയും ആവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ അതുപോലും ഇല്ലാത്ത ഒരുപാട് ഇന്ത്യക്കാർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സങ്കടമായ കാഴ്ച. നമുക്ക് ഹൈവേസും കാര്യങ്ങളൊക്കെ നല്ല ഹൈവേ ഉണ്ട്. പക്ഷേ മനുഷ്യന് ബേസിക്കായിട്ട് വേണ്ട വീട്, പാർപ്പിടം, നല്ല ബാത്റൂം സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ ഒരു സർക്കാരിന് മാറി വന്ന ഒരു സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു സർക്കാർ അങ്ങനെ വരട്ടെ എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. ഇതാണ് നമ്മൾ കാണാത്ത ഇന്ത്യ എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മുടെ രാജ്യം അതിമനോഹരമാണ്, ബാക്കി കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇങ്ങനെ കുറേ ബേസിക്കായ കാര്യങ്ങളിൽ നമ്മളിപ്പോഴും പുറകോട്ടാണ്. അപ്പോൾ അത് മാറണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. അതിനു വേണ്ടി കൂടിയിട്ടാണ് ഈ ഒരു യാത്ര ഞാൻ പുറപ്പെട്ടത്. കാരണം നമ്മൾ കേരളവും തമിഴ്നാടും കർണാടകവും മാത്രം കണ്ടാൽ പോരാ, അല്ലെങ്കിൽ ദുബായോ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ മാത്രം നമ്മൾ കണ്ടാൽ പോരാ. നമ്മൾ ഇന്ത്യ അറിയണം, ഇന്ത്യയെ തൊട്ടറിയണം, ഇന്ത്യയുടെ സ്രോതസ് അറിയണം, ഇന്ത്യയുടെ മനസ്സ് നമ്മൾ തൊട്ടറിയണം. അപ്പോൾ എല്ലാവരും മാക്സിമം കഴിയുന്നവരൊക്കെ ജോലിയിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് എടുത്ത് വിശ്രമം എടുത്ത് ഇങ്ങനെയുള്ള യാത്രകൾ പോവുക. വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. നമുക്ക് നോർത്ത് ഇന്ത്യ വരെ പോകാൻ ഏകദേശം ഒരാൾക്ക് 2500 എല്ലാ സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. AC-ലാണെങ്കിൽ പോലും ഉള്ളൂ. അപ്പോൾ എല്ലാവരും നോക്കൂ, ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത്രയും ദാരിദ്ര്യം പിടിച്ച ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഈ വീടുകളൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. കുടിലാണ് അവർ. ഇപ്പോഴും ഭക്ഷണം കുട്ടികളാണ് നാളത്തെ ഭാവിയാണ്. അപ്പോൾ അവരൊക്കെ ഉയർത്തുക എന്ന് വെച്ചാൽ മാത്രമാണ് നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് പോവുള്ളൂ. അപ്പോൾ തീർച്ചയായും പറ്റുന്നവരൊക്കെ ഇന്ത്യ അറിയുക, ഇന്ത്യ കാണാൻ ശ്രമിക്കുക, ഇന്ത്യ മൊത്തം എക്സ്പ്ലോർ ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഞാൻ ആഗ്രഹത്തിലേക്കാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സ്വന്തം കാലിയാമദ്ഭായ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആഗ്ര കണ്ടോൺമെൻറ്റ് ഇറങ്ങി റൂമൊക്കെ എടുത്ത് ഒന്ന് കുളിച്ച് ഫ്രഷായി. ഇനി ഞങ്ങൾ താജ്മഹലിലേക്ക് പോകണം. ഞങ്ങളുടെ സ്വന്തം കാലിയാമദ്ഭായ് നമ്മളോടുണ്ട്. കാലിയാമദ്ഭായ് കുറേ മലയാളികളോട് സംസാരിച്ച് മലയാളമൊക്കെ ആൾക്കറിയാം. ആൾക്കാർ പറയുന്നത് കേട്ട് പഠിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആഗ്രയുടെ തെരുവിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആഗ്രയുടെ തെരുവോരങ്ങളാണിത്. ആഗ്രയിലെ ഓട്ടോ ആണിത്. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, വെറൈറ്റി ഓട്ടോസാണ്. ആഗ്രയിലെ സ്പീഡ്സാണ് കേട്ടോ. ഇവിടെ ഹെൽമെറ്റും വേണ്ട, ട്രിപ്പിൾസൊക്കെയാണ് പോകുന്നത്. ഇതാണ് താജ്മഹൽ മെട്രോ സ്റ്റേഷൻ. ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ് ഇവിടെ. ഇത് താജ്മഹലിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഭയങ്കര തണുപ്പാണ്. നമ്മളിപ്പോൾ താജ്മഹൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഉണ്ട്. താജ്മഹലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കൂടെ ഉണ്ട് നമ്മൾ താജ്മഹലിലേക്ക്. ഒരുപാട് പേര് കണ്ടിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ താജ്മഹൽ പോട് ഗൈസ്.
താജ്മഹൽ എത്തി, ഏകദേശം എത്തി. നമ്മൾ താജ്മഹലിൻ്റെ ഫ്രണ്ട് ഗേറ്റ് ആണിത്. താജ് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. താജ്മഹൽ എത്തി. നമ്മളങ്ങനെ താജ്മഹലിലേക്ക് കയറാൻ പോവാണ്. വെസ്റ്റ് ഗേറ്റ് എൻട്രി വഴിയാണ് നമ്മൾ കയറുന്നത്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. താജ്മഹലിൻ്റെ അകത്തേക്ക് കയറാനുള്ള ആൾക്കാരാണ് ഇത്രയും ആൾക്കാർ. നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ബാഗൊക്കെ വാങ്ങി വെച്ചു കേട്ടോ. ഞങ്ങളിപ്പോൾ പഴയ ഷാജഹാൻ്റെ നിർമ്മിതിയായ താജ്മഹൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇത്രയും ക്രൗഡൊക്കെ താജ്മഹലിലേക്കാണ് ഗൈസ്. ഈ ആൾക്കാരൊക്കെ താജ്മഹലിലേക്ക് വരുന്ന ആൾക്കാരാണ്. ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ ഗൈഡ്സിൻ്റെ കൂടെ കേട്ടോ വരുന്നത്. ഇതൊക്കെ താജ്മഹലിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. നമ്മൾ താജ്മഹലിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് താജ്മഹൽ വരുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളി, ഒന്നും പറയാനില്ല. താജ്മഹലിൻ്റെ കവാടമാണിത് ഗൈസ്. താജ്മഹലിലേക്ക് കയറാൻ പോവാണ്. ഒരു രക്ഷയില്ലാത്ത വൈബാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഗൈസ്. അങ്ങനെ നമ്മൾ താജ്മഹലിലേക്ക് കയറുകയാണ്. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിലേക്ക് നമ്മൾ കയറുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ താജ്മഹലിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഗൈസ്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഭയങ്കര ക്രൗഡാണ്, ഭയങ്കര തിരക്കാണ്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്, ഒരു രക്ഷയില്ല ഗൈസ്. താജ്മഹലാണ് ഇപ്പോൾ ഉള്ളത്. ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് ഇതിൻ്റെ ശില്പി. നമുക്കെല്ലാവർക്കും അറിയാം. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. താജ്മഹലിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ താജ്മഹലിൽ എത്തിയിട്ട് പോലുമില്ല. ഒരുപാട് ആളുകളുണ്ട്. ഭയങ്കര രസമാണ്. യമുനാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഗൈസ്. ഇതാണ് താജ്മഹൽ. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നമ്മൾ എന്തായാലും ഇന്ത്യക്കാർ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. നമ്മുടെ മലയാളി ഗൈസ് ഒക്കെ ഇവിടെ ഉണ്ട്. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു രക്ഷയില്ലാത്ത വൈബാണ്, അടിപൊളി ക്ലൈമറ്റാണ്. ശരിക്കും അടിപൊളിയാണ് താജ്മഹൽ. നമ്മൾ ക്യാമറയിൽ കൂടെ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി നമ്മൾ നേരിട്ട് വന്ന് കാണണം. പറ്റുന്നവരൊക്കെ താജ്മഹൽ കാണണം, നിർബന്ധമാണ്. താജ്മഹൽ 7 വണ്ടേഴ്സ് ഓഫ് വേൾഡിൽ ഒരെണ്ണം. ഇന്ത്യയിലെ ഏക ലോകാത്ഭുതം താജ്മഹലാണ്. ഒരു രക്ഷയില്ല താജ്മഹൽ. പക്ഷെ നമ്മൾ അടുത്തേക്ക് പോകുന്നതോറും കളർ മാറി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ പക്കാ വൈറ്റാണ്, പക്ഷെ അടുത്തേക്ക് വരുന്നതോറും താജ്മഹലിൻ്റെ കളർ മാറിക്കൊണ്ട് വരുന്നുണ്ട്. ഒരു രക്ഷയില്ല താജ്മഹൽ ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. പക്ഷെ നമ്മൾ അടുത്തേക്ക് വരുന്നതോറും ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട്. നമ്മൾ താജ്മഹലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് പുസ്തകങ്ങളിലൂടെ നമ്മൾ കണ്ട താജ്മഹൽ, യൂട്യൂബിലൂടെ നമ്മൾ കണ്ട താജ്മഹൽ. ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഒരുപാട് ആളുകൾ താജ്മഹലിലുണ്ട്. ഒരു രക്ഷയില്ലാത്ത മോണുമെൻ്റാണ് താജ്മഹൽ എന്ന് പറയുന്നത്. കിടിലൻ വൈബാണ്. ഭയങ്കര തണുപ്പാണ്. നമ്മൾ വിൻ്ററിൽ താജ്മഹൽ കാണുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും. ഒരു രക്ഷയില്ല, ഒരുപാട് ആളുകൾ താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 200 രൂപയുടെ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. താജ്മഹലിൻ്റെ മുമ്പിലുള്ള വെള്ളത്തിൻ്റെ കിടിലൻ സെറ്റപ്പാണിത്. ഒരു രക്ഷയില്ല, ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ താജ്മഹൽ എന്ന മഹാത്ഭുതം കണ്ണുകൊണ്ട് കണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ അകത്തേക്ക് കയറാൻ വേറെ ടിക്കറ്റ് എടുക്കണം ഗൈസ്. താജ്മഹലിൻ്റെ വേറെ ഒരു സൈഡ് തന്നെയാണ്, സെയിം ഫേസ് തന്നെയാണ് വരുന്നത്. 4 സൈഡിൽ നിന്നും ഒരേ തന്നെയാണ്. ഒരുപാട് ആളുകൾ പല സ്ഥലത്തും വന്നിട്ടുണ്ട് ഗൈസ്. താജ്മഹലാണിത്. കിടിലനാണിത്. ഒന്നും രക്ഷയില്ല, ഒന്നും പറയാനില്ല ഗൈസ്. ഒരു രക്ഷയില്ല ഗൈസ്. മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഒരു അത്ഭുത നിർമ്മിതി തന്നെയാണ് താജ്മഹൽ. താജ്മഹലിൻ്റെ നേരെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന വേറൊരു അടിപൊളി നിർമ്മിതിയാണിത്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഒരുപാട് ആളുകളുണ്ട്. സ്കൂൾ കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികളുണ്ട്. സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ട്.
താജ്മഹലിനോട് ചേർന്ന് കിടക്കുന്ന യമുന നദിയാണത്. ആഗ്ര, ഡൽഹി പോലുള്ള വിവിധ സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്ന യമുന നദിയാണ്. ഗംഗാ നദിയുടെ പോഷക നദിയാണ്. രക്ഷയില്ല താജ്മഹൽ. ഇപ്പോൾ നമ്മൾ താജ്മഹലിന് ഏകദേശം ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മൾ താജ്മഹലോട് ഏകദേശം വിട പറയാനായിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ താജ്മഹലിനോട് വിട പറയുകയാണ്. രക്ഷയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഗൈസ്, താജ്മഹലിനോട് നമ്മൾ വിട പറയുകയാണ് ഗൈസ്. താജ്മഹലിനോട് ചേർന്നിട്ടുള്ള ഗാർഡൻ പോലത്തെ സംഭവമാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ താജ്മഹലിനോട് ഏകദേശം വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. താജ്മഹലിലെ സന്ദർശകരുടെ തിരക്കാണ്. ഇപ്പോഴും ഭയങ്കര തിരക്കാണ്. മരം കാരണം നമുക്കിപ്പോൾ താജ്മഹൽ കാണുന്ന പോലുമില്ല. ഒരുപാട് ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട്. പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ താജ്മഹലിലേക്ക് വരുമ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ടിക്കറ്റ് പ്രത്യേകം ബുക്ക് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ താജ്മഹലോട് വിട പറയാണ് ഗൈസ്. ഒരു രക്ഷയില്ല താജ്മഹൽ. എന്തായാലും നിങ്ങൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും വന്ന് കാണണം. അടിപൊളിയാണ്. ഞാൻ വെറും വാക്ക് പറയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലോകത്തിൽ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളുണ്ട്. അതിലൊരെണ്ണമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഹിമാലയ പർവ്വതങ്ങൾക്കിടയിലെ പൈൻ മരങ്ങളും അത്യുഗ്രൻ തടാകവും. ഒരു രക്ഷയില്ല. ഒരുപാട് ആളുകൾ ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അടിപൊളി കാലാവസ്ഥയാണ് ഗൈസ്. മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഹിമാലയ പർവ്വതം, ഒഴുകി വരുന്ന നദി, സായാഹ്നം. ഇതിൽ പരം നമുക്ക് എന്ത് വേണം? ഞങ്ങൾ വീണ്ടും ആതിര സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സമയം വൈകിട്ട് 5:10 5:30 ഞങ്ങൾക്ക് ട്രെയിന്. ഗതിമാൻ എക്സ്പ്രസ് ആണ്. ഏകദേശം 12 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ആഗ്രയിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ആഗ്ര റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ്. 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഗതിമാൻ എക്സ്പ്രസ് വരും. ഇനി ഗതിമാൻ എക്സ്പ്രസ്സിലാണ് ന്യൂഡൽഹിക്ക് പോകുന്നത്. ആഗ്രയിൽ നിന്ന് ഞങ്ങൾ ഗതിമാൻ എക്സ്പ്രസ് ആണ് കേട്ടോ. നമ്മളൊരു ഫ്ലൈറ്റിൻ്റെ മോഡലാണ്. നമ്മൾ വന്ദേ ഭാരത് വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും സ്പീഡുള്ള ട്രെയിനായിരുന്നു ഗതിമാൻ എക്സ്പ്രസ്. കിട്ടുന്ന സെറ്റപ്പാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. ഒരുപാട് വിദേശികളൊക്കെ ഈ ട്രെയിനിലുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ TTRൻ്റെ ഒരുപാട് വിദേശികളൊക്കെ ഉണ്ട് നമ്മുടെ ട്രെയിനിൽ. വന്ദേ ഭാരത് എക്സ്പ്രസ് പോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഫുഡും സെർവൻ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സെറ്റപ്പാണ് കേട്ടോ. നമുക്ക് എയർ ഹോസ്റ്റസ് പോലത്തെ ലേഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും പറയാനില്ല, അടിപൊളി സെറ്റപ്പാണ്. നമ്മളൊരു ഫ്ലൈറ്റിൻ്റെയൊക്കെ ഒരു സെറ്റപ്പാണ്. ഒരു രക്ഷയില്ല. ഫുള്ള് ചെയർ കാർ മാത്രമേ ഉള്ളൂ, AC ആണ്. ഇപ്പോൾ ഞങ്ങൾ നിസാമുദ്ദീനാണുള്ളത്. ഗതിമാൻ എക്സ്പ്രസ്സിലാണ് കേട്ടോ വന്നത്. അങ്ങനെ ഡൽഹിയിലെ മെയിൻ സ്റ്റേഷനായ ഹസ്രത്ത് നിസാമുദ്ദീനിലാണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഭയങ്കര വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് ആൾക്കാർ ഓട്ടോ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളും ഊബറിൽ പോകാമെന്നായിരുന്നു പ്ലാൻ. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് കാശ്മീരി ഗേറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ഗൈസ്, ഞങ്ങളിപ്പോൾ ഡൽഹിയിൽ നിന്ന് മണാലിക്കുള്ള റൂട്ടിലാണ്. ഞങ്ങളുടെ ബസ് ഞങ്ങൾ കാണിച്ചു തരാം. ലക്ഷ്മി ബസ്സാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ബസ് ലക്ഷ്മി ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ ബസ്സാണ്. TD01N9067 ആണ് ബസ്. ഈ ബസ്സിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. സെമി സ്ലീപ്പർ ബസ്സാണ്. അപ്പോൾ ചായ കുടിക്കാൻ നിർത്തിയിട്ടിരിക്കുകയാണ് ബസ്. ഇനി അടുത്തത് പോകുന്നത് ചണ്ഡീഗഡ് വഴിയാണ്.
മണാലിക്ക് പോകുന്നത്. ഇപ്പോൾ സമയം രാവിലെ 5:30 ആയിട്ടുണ്ട്. നമ്മൾ ഹരിയാനയും കഴിഞ്ഞ് ചണ്ഡീഗഡും കഴിഞ്ഞ് ഹിമാചൽ പ്രദേശിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 170 കിലോമീറ്ററാണ് മണാലിയിലേക്കുള്ളത്. നമുക്ക് ഈ ബോർഡിൽ കാണാൻ സാധിക്കും ഷിംലയ്ക്ക് 87 കിലോമീറ്ററാണ്. ഷിംലയാണ് മണാലിയിലേക്കുള്ള ഹൈവേ ആണത്. ഒരു രക്ഷയില്ലാത്ത ഹൈവേ ആണ്. ഭയങ്കര രസമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഹിന്ദിക്കാർ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഉയരത്തിലാണ്, സമുദ്രനിരപ്പിൽ നിന്നും എത്രയോ അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഗൈസ്, നാഷണൽ ഹൈവേ ആണ്, ടണൽ നമ്പർ 3 ആണ്. നമ്മളിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലാണ്. നമ്മൾ മണാലി ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ ഡ്രൈവർ സാബ്. നമുക്ക് ഹിന്ദിക്കാർ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. റോങ് സൈഡിലൂടെയാണ് അദ്ദേഹം പോകുന്നതെന്നാണ് ലേഡി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ശരിയായ പാതയിലൂടെ പോകുന്നത്. മണാലി സ്ട്രെയിറ്റ് ആണ് കാണിക്കുന്നത്. പട്ട എന്ന് പറഞ്ഞ സ്ഥലത്തിട്ടോ, ഹിമാചൽ പ്രദേശിൽ പട്ട എന്ന് പറഞ്ഞ സ്ഥലത്തിട്ടുണ്ട്. ഇവിടുന്ന് മണാലിയിലേക്ക് 107 കിലോമീറ്ററും ഷിംല റൈറ്റും 82 കിലോമീറ്ററാണ് കാണിക്കുന്നത്. മണാലിയിലേക്ക് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്, ഷിംലോട്ടും റൈറ്റിലേക്കും. ബാറഡി എന്ന് പറഞ്ഞ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ബിലാസ്പൂറൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് എടുത്തിട്ടാണ് മണാലിയിലേക്ക് പോകുന്നത്. സമയം രാവിലെ 5:30 ആയിട്ടുണ്ട്. കോടമഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി ഹൈവേ ആണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ബൈക്കിലൊക്കെ ഈ ഹൈവേയിലൂടെ ഒരു വട്ടമെങ്കിലും ഓടിച്ച് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ ഹിമാചൽ പ്രദേശിലെത്തിയിരിക്കുകയാണ്. നമ്മളെ ബസ്സൊക്കെ ഉണ്ട്. അപ്പോൾ വേറൊരാളെ കയറാൻ വേണ്ടിയിട്ട് ബസ് നിർത്തിയിരിക്കുകയാണ്. ഭയങ്കര തണുപ്പാണ്. HP നമ്മൾ വിചാരിക്കും ഹിമാചൽ പ്രദേശാണെന്ന്, പക്ഷേ ഹിന്ദുസ്ഥാൻ പെട്രോളിയാണ് ആക്ച്വലി. നമുക്ക് കുറച്ച് ഹിന്ദി ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. സൗരവ്, അപ്കി നാം? ദീക്ഷ, അർഷിത്. നമ്മുടെ ഫ്രണ്ട്സാണ്. നമ്മളിപ്പോൾ ഉള്ളത് -1 ഡിഗ്രി സെൽഷ്യസിലാണ് ഹിമാചൽ പ്രദേശിൽ. AC ബസ് ആയതുകൊണ്ട് അകത്ത് തണുപ്പ് അറിയുന്നില്ല, പുറത്ത് മാത്രമേ തണുപ്പ് അറിയുന്നുള്ളൂ. കോടയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കോട കൊണ്ട് മൂടിയ റോഡുകളാണ് ഹിമാചലിൽ മൊത്തം. നമുക്ക് ഇവിടുന്ന് മണാലിയിലേക്ക് ഏകദേശം 150 കിലോമീറ്റർ ഉണ്ട്. ഒരു 2-2.5-3 മണിക്കൂറേക്കും നമുക്കിനി മണാലിയിലേക്ക് എടുക്കും. നമ്മളിപ്പോൾ ഉള്ളതേ ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിലാണ്. നമ്മുടെ കങ്കണ റണൗട്ടിൻ്റെ മാണ്ടിയിലാണ്. സമയം 6:45 രാവിലെ. ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ, നമ്മുടെ മാത്രമല്ല വേറെയും കുറേ ബസ്സുകളുണ്ട്. നമ്മൾ മാണ്ടിയിൽ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 3 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ. ഭയങ്കര തണുപ്പാണ്. മണാലിയിൽ ഇതിലും തണുപ്പ് കൂടുതലാണ്. നമ്മളിപ്പോൾ മാണ്ടിയിൽ നിന്ന് മണാലിയിലേക്ക് പോവുകയാണ്. ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് നമ്മുടെ കിളി ബ്രോ. आपका नाम क्या है भाई? अर्जुन. अर्जुन ഡ്രൈവർ ബ്രോ. അല്ലു എന്നാണ് പേര്. ഭയങ്കര രസമാണ്. റോഡൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഒരു രക്ഷയില്ലാത്ത റോഡുകളാണ്, ഒന്നും പറയല്ല. കിടിലൻ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. മണാലിക്ക് പോകുന്ന റോഡാണ് മാണ്ടിയിൽ നിന്ന്. മണാലി വീണ്ടും ഹില്ലി ഏരിയയാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഗൈസ്. ഹിന്ദി പാട്ടൊക്കെ ഇട്ട് അങ്ങനെ പോവാണ്. ഭയങ്കര ഷേക്കിംഗ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഒരു ടണലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം ടണലാണ് കേട്ടോ. മല തുറന്നിട്ടാണ് ഇവിടെ റോഡുകളൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ മാണ്ടിയിലാണുള്ളത്. മാണ്ടിയിൽ നിന്ന് മണാലിലേക്ക് ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട്. 3 മണിക്കൂറാണ് ഇവർ പറയുന്ന സമയം. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഗൈസ്. ഓസം. നമ്മൾ തീർച്ചയായും നമ്മൾ ഇന്ത്യക്കാർ കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് മലയൊക്കെ. നമ്മുടെ രാജ്യം എത്ര സുന്ദരമാണെന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ ഷിംല, കാശ്മീർ പോലത്തെ സ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കുക. താഴോട്ടൊക്കെ ഭയങ്കര അടിപൊളിയാണ് ഗൈസ്. ഗൈസ് ബസ്സിൻ്റെ ഉള്ളൊക്കെ
മഞ്ഞുകൊണ്ട് ബ്ലറാണ് ആകെ. അടിപൊളി കാഴ്ചകളാണ്, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. നമ്മൾ ഹില്ലിൽ നിന്നും ഹില്ലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാവ്, ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളിയാണ് ഗൈസ്. ഇതവിടെ നമുക്ക് ടണലൊക്കെ കാണാം, ഒരുപാട് ടണലുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടണലുള്ളത് ഷിംലയിലാണ് തോന്നുന്നു ഗൈസ്. നമ്മൾ അടുത്ത ടണലിലേക്ക് കയറാൻ പോവാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗൈസ് മണാലി. വാവ്, നമ്മളിപ്പോൾ ടണലിൻ്റെ അകത്താണുള്ളത്. ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഗൈസ്. മണാലിക്കുള്ള വഴിയിലാണ്, വലിയൊരു ടണലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 കിലോമീറ്ററോളം വരുന്നൊരു ടണലാണ്, വലിയ ടണലാണ്. ഇവിടെ മൊത്തം ടണലാണ് ഹിമാചൽ പ്രദേശിൽ. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. ചെറിയ ടണലാണ് കേട്ടോ, റോഡൊക്കെ ചെറുതാണ്. നമ്മളിപ്പോൾ ഉള്ളത് മാൻഡി ഡിസ്ട്രിക്റ്റിലാണ്, ഔട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. ഒരു രക്ഷയില്ല. ഇതിൻ്റെ അപ്പുറം ടിബറ്റ് ആണ് തോന്നുന്നു. നമ്മളെ ഡ്രൈവർ അങ്കിളാണ് നമുക്ക് ഗൈഡായിട്ടുള്ളത്. യാ, ഡ്രൈവർ വിത്ത് കം ഗൈഡ്. അടിപൊളി ക്ലൈമറ്റ് ആണ്, അടിപൊളി റോഡാണ്, ഒരു രക്ഷയില്ലാത്ത വൈബാണ്. എത്രത്തോളം ക്യാമറ പകർത്താൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിൽ പോലും പറ്റുന്നതിന് പരമാവധി ലേയിലേക്ക് ഇവിടുന്ന് 492 കിലോമീറ്റർ ആണ്. അടൽ ടണലിൽ 94 കിലോമീറ്റർ ആണ്. വി ക്യാൻ ഗോ ടു ലേ ദിസ് ബൈ. വാവ്, ഒരു രക്ഷയില്ല റോഡൊക്കെ. ആ കാണുന്നതാണ് ഹിമാലയാസ്. ഇതിനപ്പുറത്താണ് ഹിമാലയ പർവ്വതം ഉള്ളത്. ഒരു രക്ഷയില്ല ഗൈസ്. അടിപൊളി വ്യൂ ആണ്. ഇതാണ് നമ്മുടെ ബസ്. ഫുള്ള് പുകയാണ്, കോടയാണ്, ഒരു രക്ഷയില്ലാത്ത റോഡാണ്, ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ് ഇവിടെ. ആ കാണുന്നതാണ് കേട്ടോ ഹിമാലയ പർവ്വതം. നമ്മുടെ മുകളിലുള്ളതാണ് ഹിമാലയ പർവ്വതം. നമ്മൾ ഹിമാലയത്തിലൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇതാ കാണുന്നതാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഇവിടുന്ന് കസോൾ 35, മണാലി 58, ലേ 485 നമ്മൾ ഹിമാലയാണ് ആ കാണുന്നത്. ഹിമാലയ പർവ്വതം നമ്മളാ കാണുന്നത്. ഭയങ്കര തണുപ്പാണ് പുറത്ത്, പക്ഷെ അകത്ത് AC ആയതുകൊണ്ട് തണുപ്പ് കുറവാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ AC-യിലാണ് തണുപ്പ് കൂടുതൽ വരിക, പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. പുറത്ത് -2, 0, 4 പക്ഷെ അകത്ത് 20-25 ഉള്ളൂ. നമ്മുടെ മുൻപിൽ കാണുന്നതാണ് ഹിമാലയ പർവ്വതം. ആ ഓഫ് വൈറ്റ് കളർ കാണുന്നതാണ് ഹിമാലയ പർവ്വതം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മളിപ്പോൾ മണാലിയിലേക്കാട്ടോ പോകുന്നത്. നമുക്ക് ഇവിടുന്ന് കുളു പോവാം. അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ടൊക്കെ ഉണ്ട്. അടുത്തുള്ള എയർപോർട്ടാണ് ബുൺതർ എയർപോർട്ട്. 6 കിലോമീറ്ററാണ് കാണിക്കുന്നത്. കുളുവിലേക്ക് 16 കിലോമീറ്റർ, മണാലി 56 കിലോമീറ്ററാണ് ഇവിടുന്ന് വരുന്നത്.
അങ്ങനെ നമ്മൾ സഹ്യപർവ്വത്തിൽ നിന്നും ഹിമാലയ പർവ്വതത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം, പറഞ്ഞ വാക്കുകളില്ല. കാരണം ഇതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണേണ്ട സ്ഥലങ്ങളാണ്. റോഡൊക്കെ അടിപൊളിയാട്ടോ. ഇവിടുത്തെ റോഡുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഹിമാലയത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ഹില്ലിലോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഹില്ലി സ്പോട്ടാണ് മണാലി എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് 53 കിലോമീറ്ററാണ് മണാലിലേക്കുള്ളത്. ഇപ്പുറത്ത് തടാകം, മുകളിൽ ഹിമാലയം. ഹിമാലയം അടുത്തടുത്ത് വരികയാണ് കേട്ടോ. മഞ്ഞുകൊണ്ട് മൂടിയ ഹിമാലയം പർവ്വത നിരയാണ്, പക്ഷെ മൊത്തം മഞ്ഞാണ്. നമ്മൾ അടുത്തടുത്തേക്ക് പോവാണ്. ആ മലയുടെ മുകളിലാണ് ബിച്ചിലി മഹാദേവ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിലാണ്. ജുമിഡ്. മൊത്തം അടിപൊളി വീടുകളാണ് കേട്ടോ, രക്ഷയില്ലാത്ത വീടുകളാണ്. നമ്മളിപ്പോൾ ഒരു നിയറസ്റ്റ് ടൗണിൽ എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് ഹിമാലയം. അപ്പോൾ ആൾക്കാർ ഇറങ്ങാൻ വേണ്ടിയിട്ട് ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്. ബാക്കിലും വേറെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഹോട്ടലൊക്കെ ഉണ്ട് ഇവിടെ. ഹോംസ്റ്റേകൾക്കൊക്കെ ഇവിടെ നോക്കാം. ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അട്ടി വെച്ച പോലത്തെ വീടുകളാണ് ഇവിടെ. ഈ സ്ഥലത്തിൻ്റെ പേര് ബുന്ദർ എന്നാണ് കേട്ടോ. ബുന്ദർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ബൈക്കൊക്കെ റെൻറ്റിന് എടുക്കാം. ബൈക്കിലൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരുടെയും ബൈക്ക് ഓൺ റെൻറ്റിൻ്റെ ബോർഡുകളാണ്. ഇവിടുന്ന് മണാലിലേക്ക് ഏകദേശം 48 കിലോമീറ്ററാണ്. നമ്മൾ ഏകദേശം ഒരു 1-1.5 മണിക്കൂറിനുള്ള മണാലി എത്തുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഹിമാലയ പർവ്വതത്തിൻ്റെ താഴത്തായിട്ടാണ് കുളു മണാലിക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതാ കാണുന്നത് തന്നെയാണ് ഹിമാലയ പർവ്വതം. ഇവിടുത്തെ ചെറിയൊരു തടാകമാണ്. കുളു എത്താനായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 30 മിനിറ്റും കൂടെ പോയാൽ കുളു എത്തും. ആ മുകളിൽ കാണുന്നതാണ് ഹിമാലയ. ഹിമാലയ പർവ്വതം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പുറത്ത് ചൈന ടിബറ്റ് ബോർഡറൊക്കെയാണ്. ഹിമാലയ പർവ്വതം കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഇപ്പുറത്താണെങ്കിൽ തടാകം, മുകളിൽ ഹിമാലയ പർവ്വതം. ഭയങ്കരമായ കാഴ്ചകളാണ് ഇവിടെ. ഇപ്പോൾ ഉള്ളത് മണാലി ബസ് സ്റ്റാൻഡിലാണ്. ഭയങ്കര തണുപ്പാട്. ഒരുപാട് ബസ്സുകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ക്യാൻവാസിംഗ് ആണ് ഇപ്പോൾ കൂടുതൽ. ടാക്സി വേണോ, അതുപോലെ ഫേസ് മാസ്ക് വേണോ ഒക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് പാക്കേജിലാണ്. അപ്പോൾ നമ്മൾ കൂട്ടാൻ ക്യാബ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ റൂമിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ മണാലിയിലാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റേ എവിടെയെന്ന് വെച്ചാൽ മണാലിയിൽ ഭവാനി വില്ല എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. ചെറിയൊരു സെറ്റപ്പാണ്, പക്ഷെ കൊള്ളാം. നമുക്ക് കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഞങ്ങൾ റൂം വരുന്നത്. 112 ആണ് റൂം. അത്യാവശ്യം 2 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റൂമാണ്. നമുക്ക് ഫാനുണ്ട്, പക്ഷെ ഫാനിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. നല്ല റൂം തന്നെയാണ്. ബെഡും കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തിയുണ്ട്. നമ്മൾ റൂമിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്.
ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഹിമാലയ പർവ്വതം ഇങ്ങനെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഹിമാലയ പർവ്വതമാണ്. അടിപൊളിയാണ്. ഇത് മണാലി നമ്മളെ റൂമിൽ നിന്നുള്ള കാഴ്ചയാണ്. നമ്മൾ മണാലി തന്നെ കുറച്ച് ഉയരത്തിലാണ്. നമ്മൾ മണാലി ബസ് സ്റ്റാൻഡൊക്കെ താഴത്താണ് വരുന്നത്. നമുക്ക് പൈൻ ഫോറസ്റ്റ് കാണാൻ സാധിക്കും. ഒരു രക്ഷയില്ല. നമ്മളെ ഹിമാലയ പർവ്വതം ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത്. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ നമ്മളെ ചൈന, ഇതിൻ്റെ അപ്പുറത്ത് ചൈനയാണ്. നമ്മൾ ചൈന ഇന്ത്യ ആക്രമിക്കാൻ ചാൻസ് കുറയുന്നത് ഹിമാലയ പർവ്വതം ഉള്ളതുകൊണ്ട് തന്നെയാണ്. നമ്മളെ ഏറ്റവും വലിയ ഡിഫൻസ് എന്ന് പറയുന്നത് ഹിമാലയ പർവ്വതമാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് മണാലി. ഒന്നും പറയാനില്ല. എനിക്ക് ക്യാമറയിൽ കൂടെ കാണിച്ചു തരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. കാരണം നമ്മൾ സ്വന്തം രാജ്യമാണ്, ഇന്ത്യയാണ്. അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. നമുക്ക് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് മണാലി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും വരിക. ഇവിടെ മൊത്തം ഹോം സ്റ്റേയും ഹോട്ടൽസാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലുള്ളത്. കാറൊക്കെ പാർക്ക് ചെയ്ത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ആ ഡ്രൈവർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് നമ്മളെ ടാക്സി ഡ്രൈവറാണത്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസാണ് ഇവിടെ. എത്ര കണ്ടാലും മതി വരുന്നില്ല. നമ്മൾ ക്യാമറ കൂടെ കാണുന്നതിനേക്കാളും നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണുമ്പോൾ അത് സ്പെഷ്യൽ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. -4 ഡിഗ്രിയാണ് ഇപ്പോൾ. അത് കുറച്ചുകൂടി പോകുമ്പോൾ വീണ്ടും ടെമ്പറേച്ചർ കൂടും. 1, 2, 4 ഒക്കെ വരും. രാത്രി ആകുമ്പോൾ വീണ്ടും -2, -3, -4, -7 വരെയൊക്കെ എത്തുന്നുണ്ട്. ഡിസംബർ 31-ാം തീയതിയാണെന്ന്. 2024 ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ന്യൂ ഇയർ ഇവിടുന്ന് ആഘോഷിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എത്രത്തോളം അത് പ്രാക്ടിക്കലാവും. നമുക്ക് നോക്കാം. വാവ്, ജസ്റ്റ് വാവ് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ അട്ടപ്പെട്ടിയൊക്കെ അട്ടിക്ക് വെച്ച പോലത്തെ വീടുകളാണ് ഇവിടെ. അടുത്തടുത്താണ് വീടുകൾ. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഒരു ലാൻഡ് സ്ലൈഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വരാതിരിക്കട്ടെ. അത്ര പവർഫുള്ളാണ് നമ്മളെ ഹിമാലയ. നമ്മളെ നാട്ടിലത്തെ പോലെ ശക്തമായ മഴയൊന്നും ഇവിടെ നോർമലി ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നല്ല സേഫാണ്, അത്യാവശ്യം സേഫാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഭവാനി ഹോട്ടലിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എഗ് മാഗിയും പൂരിയും ദാൽ കറി പോലത്തെ കറിയാണ്, പൊട്ടാറ്റോൻ്റെ തന്നെയാണ്. ഒരു ചായയും ഒരു ബ്ലാക്ക് ടീയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഭയങ്കര തണുപ്പാണ്, ഒന്നും പറയണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹദിംബ ടെമ്പിളിലാട്ടോ. ഹദിംബ ടെമ്പിളിലേക്ക് പോവാണ്. ഇപ്പോൾ ഹിദംബ ടെമ്പിളിൻ്റെ അടുത്താണുള്ളത്. ഒരുപാട് സ്ത്രീകൾ സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ആൾക്കാർ വില വേശുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രശസ്തമായ ഹിദംബ ടെമ്പിൾ, ഹദിംബ ടെമ്പിളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ അല്ലു അർജുൻ്റെ മൂവിയിലെ ബണ്ണി എന്ന മൂവിയിലെ ഹൻസിക മോദ്വാനിയും അല്ലു അർജുനും കൂടെ ഒരുപാട് സീന് ഷൂട്ട് ചെയ്ത ടെമ്പിളാണ് ഹദിംബ ടെമ്പിൾ. ഇതാണ് പ്രശസ്തമായ ഹദിംബ ടെമ്പിള്. ഭയങ്കര തിരക്കാണ്, ഒരുപാട് ആളുകളുണ്ട്. ഇത്രയും ആളുകൾ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. മണാലി തന്നെ ഉള്ളത്. ഭയങ്കര തണുപ്പാണ്, നട്ടുച്ചയാണെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആണ്. നമുക്ക് അകത്തേക്ക് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ക്ലൈമറ്റാണ്. ബാക്കിൽ ഹിമാലയ പർവ്വതമാണ്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമുക്ക് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി നോക്കാം. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം.
പഴയകാല ഹിമാലയൻ നിൻബപ്പ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ്. ഇന്ത്യയിലെ ബുദ്ധമതക്കാർ വന്ന കാലം തൊട്ടുള്ള മൊണാസ്ട്രിയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഹിമാലയ നമുക്ക് കാണാൻ പറ്റും. മഞ്ഞിൽ മൂടി നിൽക്കുന്ന ഹിമാലയ. നല്ല പോസിറ്റീവ് വൈബാട്ടോ മൊണാസ്ട്രി. ഒരു റിലീജിയസ് അല്ലെങ്കിൽ പോലും ഒരു സ്പിരിച്വൽ ഫീലിംഗ് ഒക്കെയാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. ഉച്ച നേരമാണ്, നട്ടുച്ചയാണ്, പക്ഷെ ഭയങ്കര തണുപ്പാണ്. പഴയകാല ബുദ്ധമത മൊണാസ്ട്രിയാണത്. ബാക്ക്ഗ്രൗണ്ട് ആട്ടോ അടിപൊളി. മഞ്ഞിൽ പുതച്ചിടക്കുന്ന ഹിമാലയ പർവ്വതം, ഒരു രക്ഷയില്ല ഗൈസ്. നട്ടുച്ചയ്ക്കാണ്, മണാലിയാണ്. അടിപൊളി വ്യൂ ആണ് ഗൈസ്. മണാലിയിൽ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് വ്യൂ ആണിത്. മുകളിൽ ഹിമാലയ പർവ്വതം, താഴത്തെ ചെറിയൊരു തടാകം പോലത്തെ സെറ്റപ്പാണ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നേരിട്ട് വന്ന് കാണാം, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. പൈൻ മരമൊക്കെ അടിപൊളിയാണ് ഗൈസ്. ലോകത്തിൽ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളുണ്ട്. അതിലൊരെണ്ണമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഹിമാലയ പർവ്വതങ്ങൾക്കിടയിലെ പൈൻ മരങ്ങളും അത്യുഗ്രൻ തടാകവും, ഒരു രക്ഷയില്ല. ഒരുപാട് ആളുകൾ ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അടിപൊളി കാലാവസ്ഥയാണ് ഗൈസ്. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഹിമാലയ പർവ്വതം, ഒഴുകി വരുന്ന നദി, സായാഹ്നം. ഇതിൽ പരം നമുക്ക് എന്ത് വേണം? ഓസ്ട്രേലിയയിലൊക്കെ പോകണം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഗുഡ് മോർണിംഗ് ഫ്രം മണാലി ആൻഡ് വിഷിംഗ് യു ഓൾ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ അഹെഡ്. മണാലിയിലാണ് ഇപ്പോഴുള്ളത്. അതേ റൂമിൽ തന്നെയാണ്. 2025 ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഇവിടെ. നമ്മളെ ഹിമാലയ പർവ്വതം പുതുവർഷത്തെ വരവേറ്റിട്ടുണ്ട്. മണാലി നഗരവും പുതുവർഷത്തെ വരവേറ്റിട്ടുണ്ട്. തണുത്തിട്ട് വായക്കൂടെയൊക്കെ മഞ്ഞിൻ്റെ പുക പോവുകയാണ്. അടിപൊളിയാണ് ഇവിടെ. അടിപൊളി ക്ലൈമറ്റാണ്. നമ്മുടെ ഹിമാലയം അടുത്തെത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ സോളൻ വാലിയിലേക്കാണ് പോകുന്നത്. നല്ല രസമാണ് വീഡിയോകളൊക്കെ കാണാൻ. മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. സമയം രാവിലെ 8:30 ആയിട്ടുണ്ട്. ഭയങ്കര ബ്ലോക്കാണ് ഇപ്പോൾ ഈ സമയത്ത് തന്നെ. സൊലാങ് വാലിക്ക് ഭയങ്കര ബ്ലോക്കാണ്. സൊലാങ് വാലി വരെ വണ്ടി പോവില്ല. അതുകൊണ്ട് നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള മഞ്ഞ് വീഴുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. സൊലാങ് വാലിയിലേക്കുള്ള യാത്രയാണ്. ഫുള്ള് ബ്ലോക്കാണ്. മഞ്ഞിൻ്റെ 5 കളിയാണ് ഇവിടെ. ഒരു രക്ഷയില്ല, ഫുള്ള് മഞ്ഞാണ്. നമ്മൾ സോളങ് വാലി പോലും എത്തിയിട്ടില്ല. അതിൻ്റെ താഴത്തുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഹിമാലയം, മഞ്ഞുകൊണ്ട് പുതച്ച മണാലി. വാവ്, ഒഴുകി വരുന്ന പുഴ, തഴുകി വരുന്ന മഞ്ഞ്, കുളിർ കാറ്റും, ഒരു രക്ഷയില്ല ഗായ്സ്. വിൻ്ററിൽ മണാലി അറ്റ് ഇറ്റ്സ് പീക്കാണ്. ഭയങ്കര ബ്ലോക്കാണ്. വണ്ടികളൊക്കെ പോകാൻ ഭയങ്കര ബ്ലോക്കാണ്. സമയം 10 മണി ആവുന്നേ ഉള്ളൂ. ഒരു രക്ഷയില്ല. വന്ന് കാണുക, വിൻ്ററിൽ തന്നെ വന്ന് കാണുക. മണാലി ആസ്വദിക്കണമെങ്കിൽ വിൻ്ററാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നമുക്ക് പല സ്ഥലങ്ങളും പോകാൻ സാധിക്കില്ല. മഞ്ഞ് വീഴ്ചകളുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ കോസ്റ്റാണ്. എങ്കിലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ്. മഞ്ഞിൻ്റെ ഒരു ഹിമാലയം തന്നെ ഇതിൻ്റെ പേര്. മഞ്ഞ്
മഹാദേവൻ്റെ ഒരു ആലയം തന്നെയാണ്. ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് നമുക്ക് വിൻ്റർ ആയതുകൊണ്ട് തന്നെ നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷേ തണുപ്പാണ് ആകെയുള്ള പ്രശ്നം. പക്ഷെ നമുക്കിവിടെ സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ബോഡി സെറ്റാകും. ഇപ്പോൾ വരുന്നൊരു പ്രത്യേകം തെർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരിക. അടിപൊളിയാണ്. എന്തായാലും നിങ്ങളോട് വരണം. മഞ്ഞത്തൊക്കെ കളിക്കണം. നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. മാക്സിമം അടിച്ചു പൊളിക്കാം. ഒരു വട്ടം നമ്മൾ ലൈഫിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഗൈസ് ഭയങ്കര ബ്ലോക്കാണ് മണാലിയിൽ. മഞ്ഞുവീഴ്ച കാണാൻ ലോകമെമ്പാടുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ ഒന്നാമത് വെയിലും വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നടന്നിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്ലോക്ക് മൂലം നമ്മൾ വൈകുന്നേരം നമുക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് പോകണം. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഇതോടെ തീർക്കാമെന്ന് തീരുമാനിച്ചു. കാരണം വേറൊന്നുമല്ല, ജസ്റ്റ് വിൻ്ററിലെ മണാലി കാണാനാണ് വന്നത്. നമുക്ക് എപ്പോൾ വേണേൽ വരാം, ഓഫ് സീസണിലും വരാം. അടിപൊളിയാണ് മണാലി, മസ്റ്റ് വിസിറ്റാണ്. കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് തരാം. വരുമ്പോൾ നിങ്ങൾ തെർമൽ ക്ലോത്ത് ഇടുക, വെയർ ചെയ്യുക, 2 സോക്സ് യൂസ് ചെയ്യുക. അതുപോലെ സ്വെറ്ററോ കുട്ടിയോ ജാക്കറ്റോ എന്താ വെച്ചാൽ കൊള്ളുന്നതൊക്കെ കയറ്റിക്കോളൂ. കാരണം തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാം മെഷറും എടുക്കാം. ചൂടാണെങ്കിൽ നമുക്ക് AC റൂമിൽ ഇരുന്നിട്ടോ തണുത്ത കുടിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മളൊരു ചൂട് ചായ 2 സെക്കൻഡ് വെച്ചാൽ പോലും അത് പെട്ടെന്ന് തണുക്കും. അപ്പോൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് വിൻ്ററിൽ മണാലി എന്ന് പറയുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ അനൂസ് മുഹമ്മദ് സൈനിങ് ഓഫ് ഫ്രം മണാലി. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. മഞ്ഞ് പുതച്ച ഹിമാലയത്തിൽ നിന്നും സുനു മൂസിനോടൊപ്പം അനൂസ് മുഹമ്മദ് സൈനിങ് ഓഫ്. ഹാപ്പി ന്യൂ ഇയർ എവരിവൺ. ഉള്ളത് ലാൽ കില അഥവാ റെഡ് ഫോർട്ടിലാണ്. തണുപ്പിൻ്റെ ഭയങ്കര തണുപ്പാണ്. അടിപൊളിയാണ് കേട്ടോ. സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഓരോ മോണുമെൻറ്റ്സും ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ ഡൽഹി എത്തി. ഡൽഹി മെട്രോയിലാണ് ഉള്ളത്. രാവിലെ 5:40 ആയിട്ടുണ്ട്. നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ 1 ഡേ പാസ്സൊക്കെ എടുത്ത് നിൽക്കുകയാണ്. ഈ പാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഡൽഹി മെട്രോ മൊത്തം കറങ്ങാൻ പറ്റും. മെട്രോ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു പാസിന് ഏകദേശം 200 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ഞങ്ങളിപ്പോൾ രാജീവ് ചോക്കിലുള്ളത്. ഇവിടുന്ന് ഞങ്ങൾക്ക് ദ്വാരക മൂർ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏകദേശം അരമണിക്കൂറുണ്ട് ഇവിടുന്ന്. ഞങ്ങൾ ഡൽഹിയിലുള്ള ദ്വാരക മോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. ഇപ്പോൾ രാവിലെ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഫ്രണ്ടും ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഐറ്റംസ് പറയുന്നത് ബർഗർ, കോഫി, അങ്ങനത്തെയൊക്കെ ഐറ്റംസാണ്, മാഗി. ഞങ്ങളിപ്പോൾ ഉള്ളത് റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷനിലാണ്. ലാൽ കില എന്നാണ് അറിയപ്പെടുന്നത് ഹിന്ദിയിൽ. അപ്പോൾ എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കാശ്മീർ ഗേറ്റിൽ വന്നിട്ട് അവിടുന്ന് വയലറ്റ് ലൈൻ ഉണ്ടാവും. അവിടെ ഒരുപാട് ലൈനുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ വയലറ്റ് ലൈനിലാണ് നമ്മൾ കയറേണ്ടത്. നമ്മൾ പ്രത്യേകം ചോദിക്കണം ലാൽ കിലയ്ക്കാണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ കയറിയാൽ മതി. കാശ്മീർ ഗേറ്റിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പ് തന്നെയാണ്. ഉള്ളത് ലാൽ കില അഥവാ റെഡ് ഫോർട്ടിലാണ്. തണുപ്പിൻ്റെ ഭയങ്കര തണുപ്പാണ്. അടിപൊളിയാണ് കേട്ടോ. സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഓരോ മോണുമെൻറ്റ്സും ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ലാൽ കില അഥവാ റെഡ് ഫോർട്ട്. പക്ഷെ ഭയങ്കര വൃത്തിയാണ് കേട്ടോ. റെഡ് ഫോർട്ടിന് മുമ്പിൽ കണ്ണിട്ടാണ്ടിരിക്കാനാണ് പോകുന്നത്. എക്സിബിഷൻ്റെ യന്ത്ര ഊനാലൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അത് ഭയങ്കര ബോറാണ്. ഇത്ര നല്ല മോണുമെൻറ്റിൻ്റെ മുമ്പിലാണ് അവർ യന്ത്ര ഊനാലൊക്കെ കെട്ടിയത്. ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ഇന്ത്യൻ പതാക ഇങ്ങനെ റെഡ് ഫോർട്ടിന് മുമ്പിൽ മാറി പറക്കുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ്. തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. യന്ത്ര ഊനാല വെച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഭയ്യ അവിടെ വൃത്തിയാക്കുന്നുണ്ട്. നമ്മളങ്ങനെ റെഡ് ഫോർട്ടിൻ്റെ അകത്തേക്ക് പോവുകയാണ്. നമ്മളെ ഇന്ത്യൻ പതാക എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നമുക്കിനി അകത്തെ കാഴ്ചകൾ നോക്കാം.
ഇപ്പോൾ നമ്മളുള്ള റെഡ് ഫോർട്ടിലാണ്. കിടിലൻ ക്ലൈമറ്റാണ്, നല്ല തണുപ്പുമുണ്ട്, നല്ല രസമാണ്. മഞ്ഞ് മൂടിയ റെഡ് ഫോർട്ട്. നമ്മൾ ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് നമുക്ക് മാർക്കറ്റൊക്കെ കാണാൻ പറ്റും. അടിപൊളിയാണ്, കിടിലൻ സെറ്റപ്പാണ്. ഒരു രക്ഷയില്ലാത്ത വൈബാണ്, പൊളി മൂടാണ്. എനിക്ക് ഏതൊക്കെയോ ഹിന്ദി പാട്ടൊക്കെയാണ് ഓർമ്മ വരുന്നത് ഗൈസ്. ഭയങ്കര അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, നല്ല വൈബാണ്. നമുക്കൊരു പോസിറ്റീവ് മൈൻഡാണ് നമ്മുടെ മൈൻഡ്. നമ്മൾ മുമ്പ് പുസ്തകത്തിലൂടെ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കാണാമെന്ന് പറയുമ്പോൾ അതും നമ്മുടെ രാജ്യത്ത് ഇത്ര നല്ല നല്ല സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്ട്രക്ചറാണ്. അങ്ങനെ റെഡ് ഫോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ വന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായ ജമാ മസ്ജിദിലാണ്. ഒടുക്കാത്ത തിരക്കാണ് ഇവിടെ, ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. വലിയൊരു കവാടം, ചെറിയ 2 മിനാരങ്ങൾ, നല്ല ക്ലൈമറ്റ് ആട്ടോ ഇവിടെ. നമ്മൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും കാണേണ്ട ഒരു സ്ഥലമാണ് ജമാ മസ്ജിദ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയാണ് കേട്ടോ. ഒരുപാട് പള്ളികളിൽ പോയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര വലുതാണ്. ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും നമ്മളൊരു മുസ്ലിം പള്ളിയേക്കാളും ഒരു പരമ്പരാഗത ശില്പി എന്ന് ഒരു അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് വന്ന് കാണാൻ പറ്റും. ഏത് ഒരു മനുഷ്യനും വന്ന് കാണാൻ പറ്റുന്നൊരു അടിപൊളി മോണുമെൻ്റാണ് നമ്മളെ ഡൽഹിയിലെ ജമാ മസ്ജിദ് എന്ന് പറയുന്നത്. ഇവിടെ കേട്ടോ ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ ഒരുപാട് പള്ളിയൊക്കെ ഫുള്ളാവുന്നൊരു കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്ട്രക്ചറാണ്, ഭയങ്കര ആംബിയൻസാണ് ഇവിടെ. ഒരുപാട് ആളുകളുണ്ട്, ഈവൻ വിദേശികൾ പോലും ഒരുപാട് ആളുകൾ വന്നൊരു സ്ഥലമാണ് ഇവിടെ. പക്ഷേ ഇവിടെ ഒരുപാട് പേര് തുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ തുപ്പാനൊക്കെ തോന്നുന്നതെന്ന് എനിക്കിപ്പോഴും അറിയുന്നില്ല. കാരണം ഇത്ര നല്ലൊരു മോണുമെൻ്റൊക്കെ നമ്മളെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയായി സൂക്ഷിക്കും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്ന് ആളുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പോരായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു രക്ഷയിൽ പറയാൻ വന്ന് കാണുക, ആസ്വദിക്കുക. പ്രത്യേകിച്ച് ഈ വിൻ്ററിൽ വന്ന് കാണുമ്പോൾ അതിൻ്റേതായ ക്ലൈമറ്റും ഉണ്ടാകും, നമുക്കങ്ങനെ ക്ഷീണം തോന്നില്ല. അടിപൊളിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളിപ്പോൾ ഉള്ളതേ കുത്തബ് മിനാറിൻ്റെ എൻട്രൻസിലാണ്. നമ്മളിനകത്തോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കുത്തബ് മിനാർ എത്തിക്കുകയാണ്. ഭയങ്കര രസമുണ്ടോ, കാരണം ഞങ്ങൾ ദൂരത്ത് നിന്ന് കണ്ടായിരുന്നു അതിൻ്റെ മോണുമെൻറ്റും കാര്യങ്ങളൊക്കെ. നമ്മളെ മുഗൾ എംപറേഴ്സിൻ്റെയും അതുപോലെ തന്നെ മുമ്പ് ഇന്ത്യ ഭരിച്ച ഐബക്കിൻ്റെയൊക്കെ സംഭാവനയാണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് അത് തുടങ്ങി വെച്ചത്. ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്, ഒരു രക്ഷയില്ല. നമ്മൾ പിസയിലെ ചെറിയ ഗോപുരമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു അടിപൊളി മോണുമെൻ്റ് തന്നെയാണ് കുത്തബ് മിനാർ എന്നുള്ളത്. നമ്മൾ കുത്തബ് മിനാറിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ചും കൂടെ അടുത്തത് കാണാം. അങ്ങനെ നമ്മൾ പ്രശസ്തമായ കുത്തബ് മിനാറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ പോകുന്നത് കുത്തബ് മിനാറിലേക്കാണ്. നമ്മൾ കുത്തുബുദ്ദീൻ ഐബക്ക് തുടങ്ങി വെച്ചിട്ട് ഇൽത്തുമിഷാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിൻ്റെ ടോംബും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, ശവകുടീരം. കുത്തബ് മിനാറിൻ്റെ ചരിത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 1192 തൊട്ടിട്ട് 1210 വരെയായിരുന്നു ഇത് നിർമ്മിക്കാനെടുത്ത കാലാവധി. ഹൈറ്റ് ഏകദേശം 238 ഫീറ്റും 379 സ്റ്റെപ്പും ഉണ്ട്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോൺ ടവറാണിത്. താജ്മഹലിനേക്കാളും വെറും 5 feet മാത്രമാണ് കുറവുള്ളത്. ഒരു രക്ഷയില്ലാത്ത നിർമ്മിതികളാണ്. കുത്തബ് മിനാർ മാത്രമല്ല, അതിൻ്റെ ഇപ്പുറത്ത് ഒരുപാട് നിർമ്മിതികളുണ്ട്. എല്ലാം അടിപൊളിയാണ്. 35 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ്, ഇന്ത്യക്കാർക്ക് കേട്ടോ. നടന്ന് ഡൽഹിയിലെ ഫേമസ് ആയ സരോജിനി മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ് അകത്ത്. എങ്ങനെ അകത്ത് കയറുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. ഭയങ്കര റഷാണ്. ഞങ്ങൾ ഡൽഹി ഏകദേശം കഴിയാറായി. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും ഡൽഹി കാണാൻ സാധിക്കില്ല. അത്ര ക്രൗഡഡും അത്ര തിരക്കാണ്. മെട്രോ സ്റ്റേഷനിലെ എസ്കലേറ്ററാണിത്. ഭയങ്കര തിരക്കാണ്. ഏത് നേരത്തും ഏത് മെട്രോ സ്റ്റേഷനിലും ഭയങ്കര തിരക്കുള്ളൊരു നഗരമാണ് ഡൽഹി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ സരോജിനി നഗർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇതാണ് സരോജിനി മാർക്കറ്റാണ്. ഭയങ്കര വില കുറവാണ്. 50 രൂപ എന്നൊക്കെ പറയുന്നത്, 50 രൂപയ്ക്കൊക്കെയാണ് കിട്ടുന്നൊക്കെ പറയുന്നത്. ഒരുപാട് സാധനങ്ങളുണ്ട്. ഏകദേശം ഡൽഹി യാത്ര അവസാനിപ്പിക്കുകയാണ്. ഭായിനെ പരിചയപ്പെട്ടു. ഭായ് आपका नाम क्या है? भाई नाम क्या है? दीपांशु. कितना 350. लास्ट रेट जो अपना होगा उसके लिए 250-200 पैसे और गैर होगा उसके लिए 500. 500 രൂപ. ഡൽഹിയിലെ സരോജിനി മാർക്കറ്റാണ്. ഭയങ്കര തിരക്കാണ്, ഒന്നും പറയാനില്ല. നമ്മളെ നാട്ടിലെ മിഠായി തെരുവും ഫോർട്ട് കൊച്ചിയിലെ ക്യൂൻസ് ബേ ഒക്കെ പോലെ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. പക്ഷെ ഒരു രക്ഷയില്ല. ഭയങ്കര വില കുറവാണ് കേട്ടോ. നമുക്ക് ചീപ്പാണ്. 100 രൂപയുടെ സാധനങ്ങളൊക്കെയാണ്. ഭായ് कितना रुपये भैया? 200. 200 रुपये सारी है क्या? क्या है? शॉल क्वालिटी है क्या? अच्छा क्वालिटी, गुड क्वालिटी. आपका नाम क्या है भाई? आपका नाम क्या है? ഭയങ്കര തിരക്കാണ് സരോജിനി മാർക്കറ്റിൽ. നിന്ന് തിരിയാൻ പോലും സമയമില്ല. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. भैया कितना भैया? 50 രൂപയ്ക്കാണ് ഇവരിവിടെ കൊടുക്കുന്നത്. വെറും 50 രൂപ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിന് 200-300 കൊടുക്കേണ്ടി വരും. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് സരോജിനി മാർക്കറ്റിൽ. ഇന്നാണെങ്കിൽ ലീവും അല്ല, വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേയിൽ പോലും ഭയങ്കര തിരക്കാണ് സരോജിനി മാർക്കറ്റിൽ. 100 രൂപയാണ് പറയുന്നത്. 100 രൂപയുടെ സാധനങ്ങളാണ് ഇവർ പറയുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്, പക്ഷെ ഫ്രീ സൈസാണ്. 50 രൂപയാണ് പറയുന്നത്. ഏതെടുത്താലും 50 രൂപയെന്നാണ് പറയുന്നത്. രക്ഷയില്ലാത്ത തിരക്കാണ് സരോജിനി മാർക്കറ്റിൽ. നടന്ന് ഡൽഹിയിലെ ഫേമസ് ആയ സരോജിനി മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ് അകത്ത്. എങ്ങനെ അകത്ത് കയറുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. ഭയങ്കര റഷാണ്. ഞങ്ങൾ സരോജിനി മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. നമ്മൾ നേരത്തെ കണ്ടത് സരോജിനി നഗറാണ്. സരോജിനി മാർക്കറ്റിൻ്റെ സാമ്പിൾ മാത്രമാണ്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഇവിടെ. ഒരുപാട് ആൾക്കാർ സാധനം വെക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. ഭയങ്കര തിരക്കാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. നമ്മുടെ വീട്ടിലേക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും വേണ്ട ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഭയങ്കര ചീപ്പാണ്, വില കുറവാണ്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ. ഭയങ്കര ചിലതിനൊക്കെ ഫിക്സഡ് പ്രൈസ് ഇട്ടിട്ടുള്ളത്. സൗത്ത് വെസ്റ്റ് ഡിസ്ട്രിക്റ്റാണിത്. അഞ്ചര ആയിട്ടുള്ളൂ. ഭയങ്കര റഷാണ് കേട്ടോ. ഒരുപാട് കടകളുണ്ട്. കോട്ടൺ കുർത്തി, ജ്യോതി, പല നാട്ടിൽ നിന്ന് ആൾക്കാരും ഉണ്ട്. ഭയങ്കര തിരക്കാണ്. രക്ഷയില്ലാത്ത തിരക്കാണ്.
ഫിക്സഡ് പ്രൈസ്, നോ ബാർഗെയിൻ, നോ മണി റീഫണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സാറ്റർഡേ സൺഡേ എക്സ്ചേഞ്ച് ഇല്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞല്ലോ, ചെരുപ്പ് തൊട്ട് സകല സാധനങ്ങളും ഇവിടെ ഉണ്ട്. പ്രശസ്തമായ സരോജിനി മാർക്കറ്റാണ്. ഇതിൻ്റെ അകത്തും പുറത്തും എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, പുറത്ത് നമുക്ക് എന്തുകൊണ്ടാണ് ഇത്ര വില കുറവിൽ കിട്ടുന്നത് വെച്ചാൽ യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണത്. അതുകൊണ്ട് 50 രൂപയ്ക്ക് കിട്ടും. ഇവിടെയൊക്കെ ഫുള്ള് ഫിക്സഡ് പ്രൈസ് ആണ് കേട്ടോ. അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ സരോജിനി മാർക്കറ്റിൽ ഷോപ്പ് കാ നാം ക്യാ? ജോർമല. ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ട്. ഡൽഹി സ്പെഷ്യലാണ്. സ്പെഷ്യൽ മിൽക്ക് കേക്ക്, സ്പെഷ്യൽ പട്ടിസ്റ്റ. അപ്പോൾ ബോസ് നമുക്ക് സാമ്പിൾ തന്നു, കഴിച്ചു നോക്കിയേ. അച്ഛാ ഭയ്യ, ഇതാ ഡൽഹി സ്പെഷ്യലാണ്, ഗുഡ് ക്വാളിറ്റി. കിലോയ്ക്ക് വെറും 480 മാത്രമേ ഉള്ളൂ. അപ്പോൾ സരോജിനി മാർക്കറ്റിൽ വരുന്നവർ ഈ സ്വീറ്റ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഞങ്ങൾ ഇതാണ് എടുത്തത്. അതെ, ഞങ്ങളിപ്പോഴും സരോജിനി മാർക്കറ്റിൽ തന്നെയാണ്. ഏകദേശം 2.5 മണിക്കൂറായിട്ടുണ്ടാവും സരോജിനി മാർക്കറ്റിൽ കയറിയിട്ട്. സമയം പോകുന്നതേ അറിയുന്നില്ല. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവിടെ രാത്രിയൊക്കെ ഭയങ്കര തിരക്കാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ നടന്നു വെക്കുന്നുണ്ട്. ഒരുപാട് ഷോപ്പുകളും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടാണ് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയിട്ട്. भैया आपका नाम क्या है भैया? बिहारी लाल. कहाँ से? झारखंड से और यूपी से. अच्छा है क्या? सेल अच्छा है क्या? 70 रुपये है और 40 रुपये का है. इससे पूछो. അങ്ങനെ ഞങ്ങളെ ഡൽഹിയിൽ നിന്ന് മഹാനഗരം വിട്ട് തിരിച്ച് കേരളത്തിലായിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ പൻവേൽ നിന്ന് എത്തിയിട്ടുണ്ട്. ട്രെയിൻ ലേറ്റാണ്, 4 മണിക്കൂറോളം ലേറ്റാണ്. ഞങ്ങൾ ഇവിടുന്ന് പൊതിച്ചോറൊക്കെ വീണ്ടും പൊതിച്ചോറ് വാങ്ങി. ഭയങ്കര ലേറ്റാണ്, ഭയങ്കര ക്രൗഡഡ് സിറ്റിയാണ്. എഗെയിൻ ഞങ്ങൾ സിറ്റിയിലോട്ട് തന്നെ വന്നിരിക്കുന്നത്. സിറ്റി ലൈഫ് ഏകദേശം മടുത്തു. ഇനി നമ്മുടെ നാട്ടിൽ ചെന്നിട്ട് വേണം കുറച്ച് പച്ചപ്പും ശുദ്ധവായൊക്കെ കൊള്ളിക്കാൻ. സെയിം ട്രെയിൻ തന്നെയാണ്, മംഗള ലക്ഷദ്വീപ് തന്നെയാണ്. ഭയങ്കര എന്താ പറയുക, സ്ലോ ആണ് ട്രെയിൻ. വേറൊന്നുമല്ല, എല്ലാ ട്രെയിനിന് വേണ്ടിയിട്ടും നിർത്തിയിടുന്നുണ്ട് വണ്ടി. നാളെ രാവിലെ ഷൊർണൂർ എത്തുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മഹാരാഷ്ട്രയിൽ രത്നഗിരിയിലുള്ളത്. ഏകദേശം അരമണിക്കൂറിന് മുകളിലായി ട്രെയിൻ പിടിച്ചിട്ടുണ്ട്. എപ്പോൾ എത്തുന്ന ഒരു പിടിയില്ല. ഞങ്ങളിപ്പോൾ ഏകദേശം പനാജി എത്തിയിട്ടുണ്ട്. മഡ്ഗോണിലേക്ക് പോവുകയാണ്. പനാജിയാണിത്, ഗോവയുടെ തലസ്ഥാനമായ പനാജിയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ മഡ്ഗോണിലേക്ക് പോകണം. അടുത്ത സ്റ്റോപ്പ് മഡ്ഗോണാണ്. അങ്ങനെ നീണ്ട 9 ദിവസ യാത്രയ്ക്ക് ശേഷം വീണ്ടും ഷൊർണൂരിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളെ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. ബാക്ക് ടു നോർമൽ ലൈഫ്. ഇറ്റ്സ് മീ അനൂസ് മുഹമ്മദ് സൈനിങ് ഓഫ്.